ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ 21 അധ്യാപക പരിശീലന കേന്ദ്രങ്ങളുടെ അംഗീകാരം നഷ്ടമായിട്ടുണ്ട്. റീസെൻ്റ്ലി വന്നൊരു ന്യൂസാണ്. പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ വീഴ്ച വന്നതിനാലാണ് ആ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളുടെ അംഗീകാരം നഷ്ടമാക്കിയത്. അപ്പോൾ ഞാൻ ആ ന്യൂസ് ഒന്ന് വായിക്കാം. പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ട്, അതായത് PAR സമർപ്പിക്കാത്ത കേരളത്തിലെ 21 അധ്യാപക പരിശീലന സ്ഥാപനങ്ങളുടെ അംഗീകാരം നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, അതായത് NCTE റദ്ദാക്കി. രാജ്യത്താകെ 2962 സ്ഥാപനങ്ങളാണ് നടപടി നേരിടുന്നത്. 2021-22, 2022-23 അക്കാദമിക് വർഷങ്ങളിലെ PAR ഓൺലൈനായി സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി. ഇവർക്ക് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. അംഗീകാരം നഷ്ടപ്പെട്ടതോടെ ഇവർക്ക് ഈ അക്കാദമിക വർഷം വിദ്യാർത്ഥികളെ ചേർക്കാൻ സാധിക്കില്ല. 2024-25 പ്രവേശനം നേടിയവർക്ക് തുടരാം. അധ്യാപക പരിശീലന സ്ഥാപനങ്ങളുടെ നിലവാരം ഉറപ്പാക്കുന്നതിനു വേണ്ടി PAR സംവിധാനം 2019 നടപ്പാക്കിയത്. 2 വർഷത്തെ രേഖകൾ സമർപ്പിക്കാൻ പലതവണ അധിക സമയം നൽകിയിരുന്നുവെന്നും 2024 ഡിസംബർ 30 അന്തിമ തീയതിയായി അറിയിച്ചിരുന്നുവെന്നും അധികൃതർ പറയുന്നു. ഫെബ്രുവരിയിൽ തുടർ നടപടികൾ തീരുമാനിക്കാൻ നോർത്തേൺ റീജിയണൽ കമ്മിറ്റി മേധാവി ഹരീഷ് ചന്ദ്ര സിംഗ് റാത്തോഡിന്റെ അധ്യക്ഷതയിൽ നിയോഗിച്ചു. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കാരണം കാണിക്കൽ നോട്ടീസും അയച്ചു. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, പുതുച്ചേരി, തെലങ്കാന, ലക്ഷദ്വീപ്, ആൻഡമാൻ എന്നിവ ഉൾപ്പെടുന്ന മേഖലയിലെ 960 സ്ഥാപനങ്ങളുടെ അംഗീകാരം നഷ്ടമായി. UPയിൽ 1059, തമിഴ്നാട്ടിൽ 361, കർണാടകയിൽ 224 സ്ഥാപനങ്ങളുടെ അംഗീകാരം പിൻവലിച്ചു. 21 സ്ഥാപനങ്ങൾക്കാണ് കേരളത്തിൽ അംഗീകാരം നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയാം. AS പ്രീ പ്രൈമറി TTI ചന്ദൻ തോപ്പ് കൊല്ലം, SSMM TTI ആലത്തൂർ പാലക്കാട്, അൽ റാഷിദ് TTI ചങ്ങനാശ്ശേരി കോട്ടയം, ആശാൻ മെമ്മോറിയൽ TTI ആറ്റിങ്ങൽ തിരുവനന്തപുരം, AWH കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ചെറുവന്നൂർ കോഴിക്കോട്, BNV കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ തിരുവല്ലം തിരുവനന്തപുരം, ബാപ്പുജി പ്രീ പ്രൈമറി TTI കൂത്താട്ടുകുളം എറണാകുളം, ഭാരതീയ വിദ്യാഭവൻ രാമനാട്ടുകര കോഴിക്കോട്, CF TTI കൊല്ലം, CH മുഹമ്മദ് കോയ സ്മാരക പ്രീ പ്രൈമറി TTI തൃശൂർ, ക്രൈസ്റ്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇരിങ്ങാലക്കുട തൃശൂർ, കോർഡോവ പ്രീ പ്രൈമറി TTI പൂന്തറ തിരുവനന്തപുരം, ക്രസൻറ്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാടായിപ്പാറ കണ്ണൂർ, DBHPS B.Ed കോളേജ് ചിറ്റൂർ റോഡ് എറണാകുളം, HM ട്രെയിനിംഗ് കോളേജ് മൂവാറ്റുപുഴ എറണാകുളം, ഇമാക്കുലേറ്റ് പ്രീ പ്രൈമറി TTI വടക്കേവിള കൊല്ലം, ജാമിയ സലാഫിയ പ്രീ പ്രൈമറി TTI പുള്ളിക്കൽ മലപ്പുറം, കടമ്പൂർ TTI കടമ്പൂർ കണ്ണൂർ, കാരുണ്യ TTI നെയ്യാറ്റിൻകര തിരുവനന്തപുരം, കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയം പാലക്കാട്, മാർ സേവിയറിയോസ് സ്മാരക ട്രെയിനിംഗ് കോളേജ് തിരുവല്ല പത്തനംതിട്ട. അപ്പോൾ കേരളത്തിലെ ഈ 21 അധ്യാപക പരിശീലന സ്ഥാപനങ്ങളുടെ അംഗീകാരമാണ് നഷ്ടമായത്. അപ്പോൾ കേരളത്തിലുള്ള ഈ 21 അധ്യാപക പരിശീലന സ്ഥാപനങ്ങളിൽ ഈ വർഷം മുതൽ അഡ്മിഷൻ ലഭിക്കില്ലെന്നാണ് നമുക്കിതിലൂടെ അറിയാൻ സാധിക്കുന്നത്. പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ വീഴ്ച വന്നതിലൂടെയാണ് അവരുടെ അംഗീകാരം നഷ്ടപ്പെടുത്തിയത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വരെ കുഴപ്പമില്ല. അപ്പോൾ ഇനി ചേരാൻ ഇരിക്കുന്നവർക്ക് ചേരാൻ സാധിക്കില്ല. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, പുതുച്ചേരി, തെലങ്കാന, ലക്ഷദ്വീപ്, ആൻഡമാൻ എന്നിവിടങ്ങളിലെ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളുടെ അംഗീകാരം നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റീസെൻ്റ്ലി വന്നൊരു ന്യൂസ്. ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നോക്കിയിട്ടൊക്കെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. 2025 നോട്ടിഫിക്കേഷൻ ഈ വീക്ക് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ന്യൂസൊക്കെ വരുമ്പോൾ നോക്കുക. അപ്പോൾ ശരി.